ഒരു വെള്ളിയാഴ്ച ലീവും എടുത്ത് നേരെ തേക്കടിക്ക് വിട്ടു. പോകുന്ന വഴിക്ക് നല്ല അടിപൊളി കാഴ്ചകളും തേയിലത്തോട്ടങ്ങളും എല്ലാം കണ്ട് ഒരൊറ്റ പോക്കായിരുന്നു. ഈ സിറ്റി ലൈഫിൽ നിന്നുള്ള സ്ട്രെസ് എല്ലാം വിടാൻ വേണ്ടിയിട്ട് എടുത്തൊരു ചെറിയ ബ്രേക്ക് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. സോ മെയിനായിട്ട് സ്ഥലങ്ങൾ കാണുന്നതിനെക്കാട്ടിലും നല്ലൊരു സ്റ്റേ എവിടെയെങ്കിലും നിൽക്കണമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. സോ അങ്ങനെയാണ് ഞാൻ ഹിൽസ് ആൻഡ് വ്യൂസ് എന്ന് പറഞ്ഞ ഈ സ്ഥലത്തേക്ക്. സോ ഒരു വലിയ കയറ്റമൊക്കെ കയറി ബേസിക്കലി ഒരു മലയുടെ മുകളിൽ തന്നെയാണ് ഈ സ്ഥലം ഇരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ അറിയാം മാരക വ്യൂ ആണെന്ന്. കയറി വന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇവിടുത്തെ ഭംഗിയെല്ലാം കണ്ടിട്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം അവിടുത്തെ സ്റ്റാഫിൻ്റെ കാര്യമാണ്. വളരെ നല്ല സ്റ്റാഫായിരുന്നു. നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഡീൽ ചെയ്യാനും. വളരെ ഡൗൺ ടു എർത്ത് ആയിരുന്നു. സോ അങ്ങനെ നമ്മൾ താക്കോലും വാങ്ങിച്ച് നേരെ നമ്മുടെ വുഡൻ കോട്ടേജിലേക്ക് പോവുകയാണ്. ഈ പോകുന്ന വഴിക്ക് തന്നെ കാണാൻ പറ്റും ഒരു സൈഡ് ഫുള്ള് ഇങ്ങനെ കൊക്ക പോലെ, അല്ലെങ്കിൽ ഒരു മലയുടെ മുകളിൽ നിന്നുള്ള വ്യൂവും ഒരു കാട്ടിൻ്റെ നടുക്കൂടെ ഒരു ബ്രിഡ്ജും ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ കോട്ടേജ് എത്തുന്നത്. അപ്പോൾ ഒരു കുറച്ച് ഐസൊലേറ്റഡ് ആണ്, കുറച്ച് ബഹളം ഉണ്ടാക്കിയാലും കുഴപ്പമില്ലാത്തുള്ള പ്രോപ്പർട്ടിയാണ്. സോ ബേസിക്കലി ഈ പ്രോപ്പർട്ടി എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാൽക്കണിയാണ്. എനിക്ക് വേറെ ഒന്നുമല്ല, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് സമാധാനമായിട്ടിരുന്ന് കുറച്ച് വ്യൂ ഒക്കെ കണ്ട് ശാന്തമായിട്ടിരിക്കണം, അത് മാത്രമായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ആ വ്യൂ. ശരിക്കും കണ്ടപ്പോൾ കുറച്ചു നേരം അല്ല, ആ ഒരു ഈവനിങ് തന്നെ മൊത്തത്തിൽ അവിടെ അങ്ങ് ഇരുന്നു ഒരു ചായയൊക്കെ കുടിച്ച് ഈ വൈബും ഈ മഞ്ഞൊക്കെ ആസ്വദിച്ച് അങ്ങനെ സ്പെൻഡ് ചെയ്തു. ഞാൻ ഒരിടത്തും പോയില്ല, ഫുൾ ആ ബാൽക്കണിയിൽ ഇരുന്നു രാത്രി. പിന്നെ കയറി ഉറങ്ങുക തന്നെ ചെയ്തു.